ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. നിങ്ങൾ പരസ്യത്തിൽ കണ്ടതുപോലെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളതാണ്. തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഹദീസിൻ്റെ കിതാബിൽ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ വളരെ ചെറിയ ഒരു ഹദീസ്, അതിൻ്റെ ചെറിയ വിശദീകരണങ്ങളാണ് ഈ സദസ്സിൽ വെച്ച് നമ്മൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു ഒരിക്കൽ, അള്ളാഹുവിൻ്റെ റസൂലേ, മൻ നജാതു, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ്? ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ, രക്ഷപ്പെടാൻ, അവനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന പരാജയത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് കയറാനുള്ള മാർഗങ്ങൾ എന്താണ്? അതാണ് ആ സ്വഹാബി ചോദിച്ചത്. സ്വഹാബി ആ ചോദിച്ച ചോദ്യം ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ തികട്ടിക്കൊണ്ടുവരുന്നൊരു ചോദ്യമാണ് താനും. എങ്ങനെയാണ് റബ്ബെ രക്ഷപ്പെടുക? ദുനിയാവിൽ വന്ന് ഇവിടെയുള്ള ജീവിത അനുഭവങ്ങളും കാര്യങ്ങളും അത് കണ്ടാൽ തന്നെ വലിയ ദീനൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ പലപ്പോഴും ഈ ചോദ്യം തികട്ടി വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ കഴിച്ചിലാകും? എങ്ങനെ വിജയിക്കും? ദീനും അതിൻ്റെ അധ്യാപനങ്ങളും കേട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും ഈ ചോദ്യം. അള്ളാഹുവെ, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? എങ്ങനെ വിജയിക്കും? നാനാ ഭാഗത്തിൽ കൂടെ മനുഷ്യരായ നമ്മെ പരാജയവും ദുരിതങ്ങളും വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് കൊടുത്ത 3 ഉപദേശങ്ങളാണ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ. അതാണ് ഈ ഹദീസിലുള്ളത്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം, അതിനെ പിടിച്ചു വെക്കണമെന്ന്. നന്മയുണ്ട് എന്ന് ഉറപ്പുള്ള കാര്യത്തിൽ മാത്രമേ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. തിന്മയിൽ ഒരിക്കലും ആ നാവിനെ ഉപയോഗപ്പെടുത്തരുത്. നല്ലതാണോ ചീത്തയാണോ, പറ്റുമോ ഇല്ലേ എന്ന് സംശയമുള്ള കാര്യത്തിലും നാവിനിട്ട് ഉപയോഗിക്കരുത്. നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ധാരാളം അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായൊരു അവയവമാണ് ലിസാനി എന്ന് പറയുന്നത്, നാവ്. എല്ലാതിനില്ല. മറ്റുള്ള പല അവയവങ്ങളൊക്കെ ഉള്ള നോക്കുമ്പോൾ കയ്യ്, കാല് പോലത്തെ, തല പോലത്തെ, അതിന് മാത്രം വലുപ്പം അതിനില്ല. പക്ഷേ ഒരു മനുഷ്യന് ഈ പറയുന്ന ഈ എല്ലില്ലാത്ത ഈ ബലഹീനമായ ആയുധം, ഈ അവയവം കൊണ്ട് വലിയ നേട്ടങ്ങളിലേക്ക്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും. കലിമത്തു തൗഹീദ് ഒരാൾ ആ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിനോടുകൂടെ ഈ ലോകത്ത് അവൻ്റെ രക്തവും അവൻ്റെ അഭിമാനവും അവൻ്റെ സമ്പത്തും പൂർണ്ണമായി സുരക്ഷിതമാണ്. അതിനെ പിന്നെ മറ്റൊരാൾ തൊടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ. അവൻ മുഅ്മിനാണ്, മുസ്ലിമാണ്, അവൻ ബഹുമാനാദരവിൻ്റെ ഉടമയുമാണ്. ഈ നാവിനെ ഒരാൾ ദുരുപയോഗം ചെയ്താൽ, തെറ്റായ കാര്യങ്ങളിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ കാലാകാലത്തെ പരാജയത്തിലേക്ക്, മുസ്ലിമായ മുവഹിദായ ഒരു മനുഷ്യൻ ശിർക്കിൻ്റെ, കുഫറിൻ്റെ ഒരു വചനം അതുകൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സുരക്ഷ മുഴുവനും അവന് നഷ്ടപ്പെട്ടു. കാലാകാലത്തെ പരാജയത്തിലേക്കാണ് അവൻ കൂപ്പുകുത്തുന്നത്. അള്ളാഹു അവനെ രക്ഷിക്കുകയും സഹായിക്കുകയും തെറ്റുതിരുത്തി അവൻ തൗഹീദിലേക്ക് തിരിച്ചു വരാത്ത കാലത്തോളം. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞ നാവ് കൊണ്ട് പറയാൻ വളരെ ലളിതമായ, നന്മയുടെ തുലാസിൻ്റെ തട്ടിൽ അപാരമായി ഭാരം തൂങ്ങുന്ന, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഈ നാവിനെ നല്ല നിലക്ക് ഉപയോഗിച്ചാൽ അങ്ങനെയാണ്. നേരെ മറിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ നാവിനെ ഒരാൾ കയറൂരി വിട്ടാൽ ഈ ലോകത്തും പരലോകത്തും ആ മനുഷ്യൻ അതുകൊണ്ട് പരാജയത്തിൻ്റെ പടുകുഴികളിലേക്ക് ചെന്നു ചാടും. അംസിക്ക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. കുഫ ലിസാനക്, നിന്റെ നാവിനെ നീ തടയണം. അതിനെ നീ തെറ്റായ വാക്കുകൾ വരുന്നതിൽ നിന്ന് സൂക്ഷിക്കണം, തടഞ്ഞു നിർത്തണം.
നല്ലത് അല്ലാതെ അതുകൊണ്ട് നീ പറയാനേ പോകരുതേ. ഒന്നാമത് വൽ യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാകണം, പെരയിലിരിക്കാൻ കഴിയണം. ഫർളായ നിർബന്ധമായ ഇബാദത്തുകളും അത്യാവശ്യമായ ആളുകളുമായി ഇടപഴകേണ്ട കാര്യങ്ങളും കഴിച്ചാൽ പിന്നീട് വീടായിരിക്കണം നിനക്ക് വിശാലമുള്ള പ്രദേശം. സമയം കളയാൻ വേണ്ടി, സമയം പോകാൻ വേണ്ടി, മനസ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി അങ്ങാടിയിലേക്കിറങ്ങി, ആൾക്കൂട്ടത്തിലേക്കിറങ്ങി വിലപ്പെട്ട സമയം ഈ നാവ് കൊണ്ട് അതും ഇതും കണ്ടതും കേട്ടതും മുഴുവനും പറഞ്ഞ് പരാജയം ഏറ്റുവാങ്ങരുതേ. വലിയ സാക്ക ബൈത്തു, ഒരർത്ഥം അതാണ് അതിൻ്റെ. അത്യാവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഇടയിലിറങ്ങി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പരാജയത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും നിന്നിൽ നിന്നുണ്ടാവാൻ ഇടവരരുത്. രണ്ടാമത് അതിനുള്ള വിശദീകരണം, അള്ളാഹു നൽകിയത് നിനക്ക് അത് മതി എന്നുള്ള മാനസികാവസ്ഥ, ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറാവണം. എനിക്ക് എൻ്റെ വീട് അത് മതി, എനിക്ക് കിട്ടിയത് മതി, ദുന്യാവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഈ വിഭവങ്ങൾ മതി. ദുന്യാവിൽ നിന്നിലേറെ ഉയർന്ന ആളുകളിലേക്ക് നോക്കരുത്, നിന്നിലേക്ക് താഴ്ന്ന ആളുകൾ, ഭൗതിക വിഭവങ്ങൾ കുറവുള്ള ആളുകളിലേക്ക് നോക്കുക. എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാഹ്, നിഅമത്താണ്, വിശാലമാണ് എന്നുള്ള മാനസികാവസ്ഥ, അതും അതിൻ്റെ ഒരു വിശദീകരണമാണ്. മൂന്നാമത് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞത്, വബ്കി അലാ ഖതീഅതിക, നിന്റെ അടുത്ത് വന്ന തെറ്റുകുറ്റങ്ങൾ അതോർത്ത് നിരന്തരം കണ്ണുനീരൊലിപ്പിക്കാൻ തയ്യാറാവണം, കരയാൻ തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക. ആ പശ്ചാത്താപം അത് ശരിയാണ്, സാദിഖാണ്, സത്യസന്ധനാണ് എന്ന് തെളിയിക്കുമാറ് വേദന കൊണ്ട്, സങ്കടം കൊണ്ട്, കുറ്റബോധം കൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് നിരന്തരം കണ്ണീരൊലിക്കണം, കരയാൻ തയ്യാറാവണം. കടുകട്ടിയുള്ള മനസ്സിൻ്റെ ഉടമയാകരുതേ. അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അടിമയായ എൻ്റെ അടുത്ത് വന്ന നന്ദിക്ക് പകരം നന്ദികേടുകൾ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം അനുസരണക്കേടുകൾ, വീഴ്ചകൾ, പോരായ്മകൾ, എൻ്റെ കുറ്റം, മറ്റുള്ളവരതിനെ ഞാൻ വീക്ഷിക്കുന്നതിന്, അതിനെ നിരൂപണം നടത്താൻ പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് ഒരുപാട് കുറ്റങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്, ഞാൻ തിരുത്താൻ തയ്യാറാവണം. പറ്റിപ്പോയി അള്ളാഹുവേ, സങ്കടപ്പെട്ടുകൊണ്ട് നീ കരയാൻ തയ്യാറാവണം. ഇതാണ് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത 3 ഉപദേശങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മൾ കേട്ടതാണ്, നാവിനെ അത് സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ പരിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന ധാരാളം ആയത്തുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ ഇതുപോലത്തെ പല ഉപദേശങ്ങളിൽ കൂടെ തൻ്റെ അനുചരന്മാർക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന തൻ്റെ ഉമ്മത്തുകൾക്ക് പാഠമായിക്കൊണ്ട് നാവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്ന അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വചനം, ഒരു വാക്ക് നാവ് കൊണ്ട് ഉച്ചരിച്ച് പുറത്തു ചാടുന്നത് അത് 2 മലക്കുകൾ, നല്ലതാണെങ്കിൽ ഒരു മലക്ക്, തെറ്റായതാണെങ്കിൽ മറ്റൊരു മലക്ക് അത് എഴുതി രേഖപ്പെടുത്തി വെക്കാതെ ഒരു വാക്കും തന്നെ വെറുതെയാവുകയില്ല, നഷ്ടപ്പെട്ടു പോകൂല. കൃത്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ കണക്കുണ്ടാകും, അത് ബോധ്യപ്പെടുത്തും വേണ്ടി വരും. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കും ഒരു പ്രവൃത്തിയും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിളവാനില്ലാഹി തആല. ഒരു മനുഷ്യൻ അള്ളാഹുവിന് തൃപ്തിപ്പെടുത്തുന്ന ഒരു വചനം അവൻ സംസാരിക്കും, ഒരൊറ്റ വാക്ക്. മാ യظുന്നു അൻ തബ്ലുഗ മാ ബലഗത്, ഇതിന് മാത്രം പ്രതിഫലവും അള്ളാഹുവിന്റെ അടുക്കൽ ആദരവും സ്വീകാര്യതയും ഉണ്ടാകുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷേ യക്തുബുല്ലാഹു ലഹു ബിഹാ റിളവാനഹു ഇലാ യൗമി യൽഖാ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ തൃപ്തി, ആ വ്യക്തിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി എഴുതി വെക്കും. ഒരിക്കലും പിന്നെ പരാജയമില്ലാത്ത നിലക്കുള്ള ഒരൊറ്റ വാക്ക്, തൗഹീദിൻ്റെ കലിമത്ത് തൗഹീദോ ഇതുപോലത്തെ ഒരു വാക്ക് ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവന് അതിന് മാത്രം മഹത്തായ ശ്രേഷ്ഠമായൊരു വാക്കാണ് ഞാൻ പറയുന്നു എന്ന് അവന് ധരിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് മറുപക്ഷത്ത് ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ലാഹി തആല, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന ഒരു വാക്ക് സംസാരിക്കും. മാ യظുന്നു അൻ തബ്ലുഗ മാ ബലഗത്, അതിന് മാത്രം അത് ഗൗരവമുള്ളതാണ്, ഇത്രമാത്രം അള്ളാഹുവിനെ വെറുപ്പിക്കുന്നതാണ് എന്നോ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. യക്തുബുല്ലാഹു അലൈഹി ബിഹാ സഖതഹു ഇലാ യൗമി യൽഖാ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ശാപകോപം ആ വാക്ക് കാരണം ആ വ്യക്തിയുടെ മേലെ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെടും. അവന് പിന്നെ വിജയമില്ല. അവന് അള്ളാഹു തആല തിരിച്ച് വിജയത്തിൻ്റെ മാർഗത്തിലേക്കൂടെ എത്തിക്കൂല. അതിന് മാത്രം വലിയ അള്ളാഹുവിനെ കോപ്പിപ്പിക്കുന്ന വാക്കുകൾ.
ഈ പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികളുടെ കൂട്ടത്തിൽ ഇവിടെ അൽഖമ റഹിമഹുല്ല, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ പ്രമുഖനായ ശിഷ്യനായ അൽഖമ റഹിമഹുല്ല അദ്ദേഹം പറയാണ് കം മിൻ കലാമിൻ ഖദ് മനഅനീഹി ഹദീസ് ബിലാൽ ഇബ്നുൽ ഹാരിസ്. ബിലാൽ ഇബ്നുൽ ഹാരിസായ എൻ്റെ ഷെയ്ഖിൽ നിന്ന് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വാക്ക്, ഈ ഹദീസ് കേട്ടോടം മുതൽ ഞാൻ പറയാൻ കരുതിയ എത്ര വാക്കുകളാണ് പിന്നെ പറയാതെ എന്നെ തടഞ്ഞു നിർത്തിയത്. പേടി കുടുങ്ങി അദ്ദേഹത്തിന്. ഞാൻ ഈ സംസാരിക്കുന്ന വാക്ക് അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതോ അതോ അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് കാരണമാകോ എന്നുള്ള ഭയം ആ പറയുന്ന താബിഈ പ്രമുഖനായ പണ്ഡിതന്റെ മനസ്സിൽ തട്ടി. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറയാൻ എൻ്റെ മനസ്സിൽ തികട്ടി വന്നിട്ട് പറയണമെന്ന് കരുതിയിട്ട് പോലും പറയാതെ എന്നെ തടഞ്ഞു നിർത്തി ഈ പറയുന്ന ഹദീസ്. ഇതായിരുന്നു സലഫുകൾ, മുൻഗാമികൾ ഇങ്ങനത്തെ അധ്യാപനങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന മാറ്റങ്ങൾ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പറയുന്ന നല്ലതും ചീത്തയുമായ സകല വാക്കുകളും എഴുതി രേഖപ്പെടുത്തി വെക്കും. അക്കൽതു ശരിബത്തു ദഹബത്തു ജിഅ്തു റഅയ്തു, ഞാൻ കഴിച്ചു കുടിച്ചു, ഞാൻ പോയി വന്നു, ഞാൻ കണ്ടു, ഇങ്ങനെ നമ്മൾ നിസ്സാരമാണ് എന്ന് തോന്നുന്ന പറയുന്ന വാക്കുകൾ പോലും എഴുതി രേഖപ്പെടുത്തി വെക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മരണത്തിൻ്റെ രോഗമായി കടക്കുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത ശാരീരികമായ അവശതയും വേദനയും കാരണം അദ്ദേഹം നിരങ്ങി മൂളാൻ തുടങ്ങി. രോഗികളായ ആളുകൾ അറിയാതെ നമുക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇമാം താഊസ് റഹ്മത്തുള്ള, മഹാനായ മുഫസ്സിറായ ഖുർആനിൻ്റെ, അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ അവനിൽ നിന്ന് വരുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മലക്കൾ എഴുതി രേഖപ്പെടുത്തി വെക്കും. രോഗി അവൻ നിരങ്ങി മൂളുന്ന ആ ഞരക്കമടക്കം എഴുതി രേഖപ്പെടുത്തി വെക്കും. ഇമാം അഹ്മദിനോട് ആ സമയത്ത് ഈ വാക്ക് പറഞ്ഞപ്പോൾ ഫലം യഇന്ന അഹ്മദു ഹത്താ മാത റഹിമഹുല്ലാ, വഫാത്താകുന്നതുവരെ, മരിക്കുന്നതുവരെ വേദനാജനകമായ ആ രംഗം തരണം ചെയ്യുന്ന സമയത്ത് പോലും ഇമാം അഹ്മദ് പിന്നീട് നിരക്കം അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരാണ് എനിക്ക് അവൻ്റെ രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ള ആ അവയവം അത് നല്ല വഴിക്ക് മാത്രമേ ചെലവാക്കുള്ളൂ എന്ന് എനിക്ക് ആരാണ് അതിന് വാറണ്ടി നൽകുക? എൻ്റെ രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ള അവയവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവ്. അതിനെ ഞാൻ ചീത്തയായ തെറ്റായ ഒരു മാർഗത്തിലും ഉപയോഗിക്കൂല എന്ന് ആരാണ് എനിക്ക് വാക്ക് തരിക? അവന് സ്വർഗം വാങ്ങിക്കൊടുക്കാം ഞാൻ വാക്ക് നൽകുന്നു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തതാണ്. അതേപോലെ വമാ ബൈന റിജ്ലൈഹി, രണ്ട് കാലിൻ്റെ ഇടയിലുള്ള അവൻ്റെ ഗുഹ്യസ്ഥാനങ്ങൾ, ലൈംഗിക അവയവങ്ങൾ, അതും ഒരാൾ ഹറാമായ ഒരു മാർഗത്തിൽ അതിനെ ഉപയോഗിക്കൂല എന്ന് വാക്ക് തരാണെങ്കിൽ അവന് സ്വർഗം ഞാൻ വാങ്ങി നൽകാം എന്ന് വാക്ക് നൽകുന്നു. ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ദല്ലൽ ഹദീസ് അലാ അന്ന അഅ്ളമൽ ബലാഇ അലൽ മർഇ ഫിദ് ദുനിയ, ഒരു മനുഷ്യന് ദുനിയാവിൽ അവനെ പിടികൂടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലിസാനുഹു വ ഫർജുഹു, അവൻ്റെ നാവും അവൻ്റെ ഗുഹ്യസ്ഥാനവുമാണ്. ഫമൻ വുഖിയ ശർറുഹുമാ വുഖിയ അഅ്ളമ ശർ, ആ രണ്ടും ഒരാൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന തെറ്റുകളും പാപങ്ങളും ഒരാൾക്ക് സംരക്ഷിച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വലിയ വിപത്തിൽ നിന്ന്, ഷർറിൽ നിന്ന് ഈ ലോകത്തും പരലോകത്തും ആ വ്യക്തിക്ക് മോചനമാണ്, അവന് രക്ഷയാണ്, സുരക്ഷയാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അല്പം ദീർഘമായ ഹദീസ് പല സമയത്തും നമ്മൾ പറഞ്ഞതും നിങ്ങൾ പലപ്പോഴും കേട്ടതുമാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞു പോരുന്ന സമയത്ത്, അത്യാവശ്യം ചൂടുള്ള സമയത്ത് സഹാബികൾപ്പെട്ട പലരും അവരൊക്കെ തണലും നോക്കി അങ്ങനെ കൂട്ടം തെറ്റി അങ്ങനെ പോന്നപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ കുറച്ച് അടുത്ത് എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. വലിയ തിരക്കില്ലായിരുന്നു, മറ്റുള്ള ആളുകൾ റസൂലിൻ്റെ കൂടെ കൂടുതൽ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുനിൽ ജന്നത വയുബാഇദുനി അനിന്നാർ, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ ദൂരീകരിക്കുന്ന ഒരു അമൽ അള്ളാഹുവിൻ്റെ റസൂലെ ഒന്ന് പറഞ്ഞു തരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അദീമിൻ, വലിയൊരു കാര്യം, വലിയൊരു വിഷയമാണ് നീ ചോദിച്ചത്. നമ്മൾ കരുതിയ എളുപ്പത്തിലൊന്നും ഒരാൾക്ക് സ്വർഗത്തിൽ ചെന്ന് പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല.
അത് വളരെ വലിയ വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞു തന്നത് വളരെ വലിയ വിഷയം. പക്ഷേ വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, അള്ളാഹു എളുപ്പമാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ അത് വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ച അധ്യാപനങ്ങൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖും സഹായമുണ്ടെങ്കിൽ അത് വളരെ ലളിതമായിട്ട് ആ വ്യക്തികൾക്കത് ചെയ്തു തീർത്ത് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. അത് നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്, തേടുകയാണ് വേണ്ടത്. തഅബുദുല്ലാഹ വലാ തുശ്രിക ബിഹി ഷൈആ, തൗഹീദ് കൃത്യമായിരിക്കണം, ശിർക്ക് ഒരിക്കലും ഉണ്ടാവരുത്, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം, നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് നിർവഹിക്കണം. ഇസ്ലാമിൻ്റെ അതിപ്രധാനമായ 5 കാര്യങ്ങളും പ്രവാചകൻ വിവരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ, ഒരു കൂട്ടം അധികരിച്ച നന്മകൾ നിനക്ക് ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ ഞാൻ അറിയിച്ചു തരട്ടെ. അസൗമു ജുന്നത്തുൻ, നോമ്പ് ഫർദും സുന്നത്തുമായ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്കറിയാം ശരിയായ നോമ്പാണെങ്കിൽ അവൻ്റെ കണ്ണും കയ്യും കാലും അവൻ്റെ അവയവങ്ങളും അവൻ്റെ മനസ്സും നിയന്ത്രിതമായിരിക്കും, തെറ്റുകളിൽ നിന്ന് മുക്തമായിരിക്കും, ധാരാളം സൽക്കർമ്മങ്ങൾ ലഭിക്കും. അതേപോലെ സ്വതക്ക, ദാനധർമ്മം എന്ന് പറയുന്നത് ചെയ്ത തെറ്റുകുറ്റങ്ങളെ അത് വെള്ളം തീയനെ കെടുത്തുന്നത് പോലെ കെടുത്തിക്കളയും, ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ഈ കാര്യത്തിലൊക്കെ വളരെ ശുഷ്കാന്തി കാണിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ചില സമയത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കാനൊന്നും കണ്ടില്ലെങ്കിൽ വീട്ടിലുള്ള കുറച്ച് ഉള്ളിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ കുപ്പായത്തിൻ്റെ കയ്യിൽ മറച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു, സ്വതക്ക നൽകാൻ വേണ്ടി ആളുകൾക്ക്. സ്വതക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനധർമ്മം ചെയ്യുക പാവങ്ങൾക്ക്, അർഹിക്കുന്ന ആളുകൾക്ക്, അത് മഹത്തായൊരു സൽക്കർമ്മമാണ്. അതേപോലെ സ്വലാത്തുർ റജുലി മിൻ ജൗഫിൽ ലൈൽ, രാത്രി സമയത്തുള്ള ഖിയാമുൽ ലൈൽ, അത് വളരെ മഹത്തായ ഇബാദത്താണ്. മറ്റുള്ള ആളുകളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്ന നിഷ്കളങ്കത, ഇഖ്ലാസും സിദ്ഖുമൊക്കെ പ്രത്യേകമായി ലഭിക്കുന്ന ആ സമയം. എന്നിട്ട് അതിൻ്റെ മേലുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. പിന്നീട് പറഞ്ഞു അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി കുല്ലിഹി വഅമൂദിഹി വദിർവതി സിനാമിഹി, കാര്യത്തിൻ്റെ തല എന്നതുപോലെ ഒരു മനുഷ്യൻ്റെ ആദർശം ഇസ്ലാം, അവൻ്റെ വിശ്വാസം, ദീന്, അഖീദ, അതാണ് ഒരു മനുഷ്യൻ്റെ അതിപ്രധാനമായ ഭാഗം. ഒരു ശരീരത്തിൻ്റെ തല പോലെ സ്ഥാനത്താണ്. തലയില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയില്ല. അപ്പോൾ ദീനുൽ ഇസ്ലാമിൻ്റെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ വിശ്വാസപരമായ ആദർശ കാര്യങ്ങൾ. പിന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ നെടും തൂണായിട്ട് നിൽക്കുന്ന നിസ്കാരമാണ്. ഒരു മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്യുക, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ തകർന്ന് തരിപ്പണമായ ഒരു വീട് പോലെയായിരിക്കും അവൻ്റെ ഇസ്ലാമിൻ്റെ സ്ഥിതി. വദിർവത്തു സനാമിഹിൽ ജിഹാദ്, ഇസ്ലാമിൻ്റെ അതിൻ്റെ പൂഞ്ഞ പോലെ, മൃഗങ്ങളുടെ പുറത്ത് ഉയർന്നു നിൽക്കുന്ന പൂഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലം, ഏറ്റവും പ്രധാനമുള്ളത്, ശത്രുക്കൾക്ക് ദൂരത്തുനിന്ന് ആളുകൾക്ക് ഈ പറയുന്നതിനെ കാണാൻ കഴിയുന്ന അത് യുദ്ധമാണ് എന്ന് പറഞ്ഞു. ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ചോദിച്ചു അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി, ഇതൊക്കെ ശരിക്കും നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് അരക്കെട്ടുറപ്പിച്ച് നിലനിർത്തി കൊണ്ടുപോകണോ നിനക്ക്? ആദർശം നിലനിൽക്കണം, ഇബാദത്ത് നിലനിൽക്കണം, ആളുകളുമായുള്ള ബന്ധങ്ങൾ ശരീരത്തിന് ഇതൊക്കെ അരക്കെട്ടുറപ്പിച്ച് കൃത്യമായി നിനക്ക് കൊണ്ടുപോകാൻ കഴിയണമെന്നുണ്ടോ? ഖുൽതു ബലാ യാ നബിയല്ലാ, അതെ അള്ളാഹുവിൻ്റെ റസൂലേ. അപ്പോൾ ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിനെ പിടിച്ചു. അവിടുത്തെ നാവിനെ, ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഇതുപോലത്തെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പറയുന്ന അനുകരണത്തിൻ്റെ മാതൃകയാക്കുന്നതിൽപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നാവ് പിടിച്ചു കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു കുഫ്ഫ അലൈക ഹാദാ, ഇത് നിയന്ത്രിക്കണം, ഈ നാവിനെ നിയന്ത്രിക്കണം. പർവ്വതങ്ങൾ പോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്തു വന്ന വ്യക്തികളായിരിക്കും ഒരു പക്ഷേ ഈ നാവ് കൊണ്ട് അത് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടാകും. ശേഷം കേൾക്കുന്ന ഹദീസിൽ അത് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന നാവ് അത് ദുഷിച്ച നിലക്ക് ഉപയോഗിച്ചാൽ, സഫവൽ നിസ്കരിച്ചതോ, തൗഹീദിൻ്റെ വക്താവായതോ, ദഅവത്ത് നടത്തിയതോ, ഇൽമു പഠിച്ചതോ, പഠിപ്പിച്ചതോ, പെട്ടെന്നൊരു സമയത്ത് അത് മുഴുവനും തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നതാണ് ഈ നാവ്. കുഫ്ഫ അലൈക ഹാദാ, ഇതിനെ നീ നിയന്ത്രിക്കണം. മുആദ് റളിയല്ലാഹു ചോദിച്ചു യാ നബിയല്ലാഹ്, അള്ളാഹുവിൻ്റെ നബിയെ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ അള്ളാഹു നമ്മളെ പിടികൂടുമോ? അതിന് വിചാരണയും ശിക്ഷയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഫഖാല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തക്കിലതുക ഉമ്മുക യാ മുആദ്, നിന്റെ ഉമ്മാക്ക് നീ ഒരു ഭാരമായി തീരട്ടെ. അറബികൾ ശാപപ്രാർത്ഥനയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന, അതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമില്ലാതെ ആളുകൾ ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത, പക്വതയില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഉപദേശ നിർദ്ദേശത്തിൻ്റെ രൂപത്തിൽ പറയുന്നൊരു വാക്കാണിത്.
ഈ പറയുന്ന വാക്ക് നമ്മുടെ മുന്നിൽ വെച്ച് കുട്ടികളോ വിദ്യാർത്ഥികളോ ആരെങ്കിലും വിവരദോഷമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരോട് ഈ വാക്ക് പറയാ എന്ന് പറയുന്നത് ഒരു സുന്നത്തെടുത്തതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഈ വാക്ക് നമ്മുടെ മുന്നിലുള്ള വിദ്യാർത്ഥികളോടോ മക്കളോടോ നമ്മളിത് പറയാ എന്നുള്ളത് അതിന് പോലും നമുക്ക് പ്രതിഫലാർഹമാണ് താനും. തഖീലതുക ഉമ്മുക യാ മുആദ്, നിന്റെ ഉമ്മാക്ക് നീ ഒരു ഭാരമായി തീരട്ടെ. ഇങ്ങനത്തെ വിഡ്ഢിത്തരം പിടിച്ച പക്വതയില്ലാത്ത ചോദ്യങ്ങൾ നിന്നിൽ നിന്നും ഉണ്ടാകെ മുആദ്, നീ ഇതൊക്കെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് മനസ്സിലായത് എന്നുള്ള അർത്ഥത്തിൽ. വഹൽ യുകബ്ബുന്നാസു ഫിന്നാരി അലാ വുജൂഹിഹിം, ആളുകളെ നരകത്തിൽ മുഖം കുത്തി തള്ളിയിടപ്പെടുന്നത്, അതല്ല അലാ മനാഖിരിഹിം, മൂക്ക് കുത്തി ആളുകളെ നരകത്തിൽ കൊണ്ടുപോയി തള്ളപ്പെടുന്നത്, ഇല്ല ഹസാഇദു അൽസിനത്തിഹിം, അവരുടെ നാവുകൾ കൊഴുതെടുത്തതിൻ്റെ തിക്തഫലങ്ങളല്ലയോ. ആളുകൾ നരകത്തിൽ ചെന്ന് മുഖം കുത്തി അതിൽ പോയി അധപ്പതിക്കുന്നതിന് നല്ലൊരു കാരണം അവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന തെറ്റായ വാക്കുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറഞ്ഞത്. വലിയ വലിയ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒരു പക്ഷേ ആ വ്യക്തി ചെയ്തിട്ടുണ്ടാകും, അവൻ്റെ നാവ് അത് മുഴുവനും തകർത്തിട്ടുണ്ടാകും. ഹസാഇദ് എന്ന് പറയുന്ന അറബി വാക്ക് കൊയ്തെടുക്കപ്പെട്ട കാര്യങ്ങൾ എന്ന. കൊയ്യാന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തിട്ട് നെല്ലോ ഗോതമ്പോ പോലത്തെ ധാന്യങ്ങൾ കൃഷി ചെയ്തിട്ട് അത് കൊയ്തെടുക്കും. കൊയ്തെടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ നല്ല വിത്തുകളുണ്ടാകും, അതേപോലെ തന്നെ ചീത്തയുണ്ടാകും. ശരിക്ക് പാകമായി ഉണങ്ങിയതുണ്ടാകും, പച്ചയുണ്ടാകും. അതിൽ ധാന്യത്തിൻ്റെ വിത്തുകളുണ്ടാകും, അതിൻ്റെ കൃഷിയുണ്ടാകും. അതേപോലെ തന്നെ അതിൽ കളയായിക്കൊണ്ട് ആവശ്യമില്ലാത്ത ചെടികൾ മുളച്ചു വന്നിട്ടുണ്ടാകും. കൊയ്തെടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് അത് മുറിച്ചിട് എടുക്കുക ചെയ്യുക. എന്നതുപോലെ നമ്മൾ നല്ലതാണ് ചീത്തയാണ്, പറ്റുന്നതാണ് പറ്റാത്തതാണ് വേണ്ടപ്പെട്ടതാണ് അല്ല ഒന്നും നോക്കാതെ ഒരാൾ അവൻ്റെ നാവ് കൊണ്ട് പറഞ്ഞങ്ങോട്ട് കൂട്ടുക ചെയ്യും. നാലാളുകളെ കാണുമ്പോഴോ മൈക്ക് കിട്ടുമ്പോഴോ സ്റ്റേജ് കാണുമ്പോഴോ മുന്നിൽ കുറച്ച് ഓഡിയൻസിനെ കാണുമ്പോഴോ അതല്ലെങ്കിൽ സാഹചര്യം കിട്ടുമ്പോഴോ പലപ്പോഴും മൈക്ക് കയ്യെടുക്കുന്ന കുറേ ആളുകൾ കാണാം നമുക്ക്. എവിടെ കൂടിയാലും ഞാനായിരിക്കണം, എവിടെ കൂടിയാലും ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കണം, ഈ ഒരു മാനസികാവസ്ഥ. ഈ വ്യക്തി അതിൽ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നത്, എന്തൊക്കെ അതിൻ്റെ ഭവിഷ്യത്തുകൾ, പറ്റുന്നതാണോ പറ്റാത്തതാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന വിശദീകരണത്തോടുകൂടെ ഇല്ല ഹസാഇദു അൽസിനത്തിഹിം എന്ന് പറഞ്ഞ ആ നിലക്ക് പ്രയോഗിക്കാൻ കാരണം അതാണ് എന്ന് ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പലരും അത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ശേഷമുള്ള ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുഫ്ലിസ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കൽ ചോദിച്ചു. 10 പൈസക്കില്ലാത്ത കയ്യിലുള്ളത് മുഴുവനും തൊലഞ്ഞ് പാപ്പറായ ആള് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? സഹാബികൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദിർഹം ലഹു വലാ മത്ത, കയ്യിൽ 10 പൈസയില്ല, നാണയങ്ങളില്ല, ഒക്കെ അവന് നഷ്ടപ്പെട്ടു പോയി, ചെലവായിപ്പോയി. അവരെ സംബന്ധിച്ചാണ് തൊലഞ്ഞ് പാപ്പറായ ആള് എന്ന് പറയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട യഥാർത്ഥ മുഫ്ലിസ് ഖിയാമത്ത് നാളിൽ വരുന്നൊരു വ്യക്തിയാണ്. ധാരാളം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധ്യത കൂടുതലുള്ള ആ രൂപത്തിൽ വന്നു. പക്ഷേ അവൻ അവിടെ വരുന്ന സമയത്ത് ദുന്യാവിൽ വെച്ച് അവൻ ഒരുപാട് തെറ്റുകളും പാപങ്ങളും ചെയ്തു. ഇവനെ ചീത്ത വിളിച്ചു. വഖദഫഹാദ, മറ്റുള്ളവരെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞു. വേറെ ആളുകളെ ശപിച്ചിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ നാവ് കൊണ്ട് ഒരുപാട് തെറ്റുകൾ പറഞ്ഞുകൂട്ടി ഖിയാമത്ത് നാളിൽ വന്ന് അവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ആരുടെ ഹക്കൊക്കെയാണോ അവൻ പറഞ്ഞുകൂട്ടി അവർക്കൊക്കെ നൽകി അവസാനം ഇവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഇതൊക്കെ തീർന്ന് അവർക്ക് പകരം കൊടുക്കാനില്ലാതെ ആ പറയുന്ന ആളുകളുടെ പാപങ്ങളെടുത്ത് ഇവൻ്റെ പെരടിയിലിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലായി പ്രതീക്ഷയോടെ വന്ന വ്യക്തി 10 പൈസക്കില്ലാതെ സൽക്കർമ്മങ്ങളൊന്നുമില്ലാതെ ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട് നരകത്തിൽ ചെന്ന് പതിക്കും. ഇവനാണ് യഥാർത്ഥ മുഫ്ലിസ്. ഇതാണ് യഥാർത്ഥ മുഫ്ലിസ്. ഇവന് ഈ പറയുന്ന ഒരു ഗതികേട്, ഈ ഹതഭാഗ്യത അവൻ വന്നത് അവൻ്റെ നാവ് ചെയ്തു കൂട്ടിയ തെറ്റായ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ കാരണമാണ്. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു പറയാനൊരിക്കൽ സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹിൽ ഖൗമ ഫയക്ദിബ്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കൂടെ കൂടിയ ആളുകളെ അവരാവേശം കൊള്ളിക്കാൻ വേണ്ടി കളവോടുകൂടെ തമാശ പറയുന്നൊരു വ്യക്തി. അവനെന്തെങ്കിലും പറയും,
ആളുകൾ ചിരിക്കണം, അതിനുവേണ്ടി അവൻ അതിൽ കളവ് കൂട്ടും, തമാശയാണ്, അതല്ലെങ്കിൽ അവരെ പുതുമപ്പെടുത്തുന്നതാണ്, അങ്ങനെ പറയുന്നൊരു വ്യക്തി അവനാണ് എല്ലാവിധ നാശവും. വൈലുല്ലഹു വൈലുല്ലഹു 3 പ്രാവശ്യം അവനാണ് പൂർണ്ണമായ പരാജയം. നമുക്കൊക്കെ എന്നറിയാം, നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ ചെന്നിരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ നമ്മളിലേക്ക് ശ്രദ്ധ തിരിക്കാനും അവർക്ക് ആവേശം കൊള്ളിക്കാനും ഈ പറയുന്ന നാവ് കൊണ്ട് പറഞ്ഞുകൂടും. അതേപോലത്തെ മറ്റൊരു സ്ഥാനം തന്നെ സോഷ്യൽ മീഡിയ പോലത്തെ സംവിധാനങ്ങളിൽ കൂടെ ആളുകൾ അശ്രദ്ധമായി ചെയ്യുന്ന പല കാര്യങ്ങളും. നല്ല നിലക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അവൻ അതിൻ്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് പോലെ തെറ്റായ നിലക്ക് ദുരുപയോഗം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടിയ നാശങ്ങളും പരാജയങ്ങളും ഈ മനുഷ്യൻ അത് ഏറ്റ് വാങ്ങേണ്ടി തന്നെ വരും എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമിനൽ അജീബ്, പുതുമയുള്ള കാര്യമാണ്, അന്നൽ ഇൻസാന യഹൂനു അലൈഹി തഹഫ്ഫുളു വൽ ഇഹ്തിറാസു മിൻ അക്ലിൽ ഹറാം. ഒരു മനുഷ്യന് ഹറാം കഴിക്കരുതേ, ഉപയോഗിക്കരുതേ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ കഴിയും. മറ്റുള്ളവരെ ആക്രമിക്കരുതേ എന്ന് പറഞ്ഞാൽ കഴിയും. പലിശ വാങ്ങരുതേ, വിചരിക്കരുതേ, മദ്യം കഴിക്കരുതേ എന്നൊക്കെ പറഞ്ഞാൽ ഹറാമിലേക്ക് നോക്കരുത്. ഇതൊക്കെ ഒരു മനുഷ്യന് നല്ലൊരു വിഭാഗം ആളുകൾക്ക് മാറി നിൽക്കാൻ സൂക്ഷിക്കാൻ കഴിയും. എന്നാൽ വയസ്ഉബു അലൈഹി തഹഫ്ഫുളു മിൻ ഹറകത്തി ലിസാനി, നാവിൻ്റെ ചലനം, സംസാരം നിയന്ത്രിക്കണം, ആവശ്യമില്ലാത്തത് പറയരുതേ, നല്ലതാണെങ്കിൽ മാത്രമേ പറയാവൂ, നല്ലതാണോ ചീത്തയാണോ സംശയമുള്ളതും തെറ്റാണ് എന്നുള്ളത് പറയരുതേ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ പല ആളുകൾക്കും കഴിയൂല. വേണ്ടപ്പെട്ട ആളുകൾ അപ്പോൾ കണ്ടാൽ, കിട്ടിയാൽ, അങ്ങനത്തെ സദസ്സിലെത്തിപ്പെട്ടാൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, നിയന്ത്രിക്കാൻ കഴിയൂല. ഹത്താ തററജുല യുഷാറു ഇലൈഹി ബിദ്ദീൻ, ചില ആളുകളെ കണ്ടാൽ നല്ല ദീനുണ്ടാകും, അവർക്ക് ഭൗതിക വിരക്തിയുണ്ടാകും, ആരാധനയുണ്ടാകും, പക്ഷെ അള്ളാഹുവിനെ കോപ്പിക്കുന്ന ചില സംസാരങ്ങൾ അവരുടെ നാവിൽ നിന്ന് ചാടും. അവരതിന് അർഹിക്കുന്ന വില കൽപ്പിക്കുകയില്ല. പക്ഷെ ആ തെറ്റ് കാരണം അവർ മശ്രിഖ് മഗ്രിബിൻ്റെ അത്ര വൈദൂരമുള്ള സ്ഥലത്ത് അധപ്പതനത്തിലേക്ക്, പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. വകം തറാമിൻ റജുലിൻ തവർറഅ അനിൽ ഫവാഹിശി വദ്ദുൽം, അക്രമങ്ങളും അതേപോലെ തന്നെ വൃത്തികേടുകളിൽ നിന്നും സൂക്ഷ്മത പാലിക്കുന്ന എത്ര ആളുകളുണ്ട്. വലിസാനുഹു യഫ്രി ഫി അറാദിൻ നാസി അൽ അഹ്യാഇ വൽ അംവാത്ത്, അവൻ്റെ നാവ് ജീവിച്ചിരിക്കുന്ന മരിച്ച ആളുകളെ ഗീബത്തും പരദൂഷണവും ആരോപണങ്ങളുമായി നിരന്തരം അത് ചലിച്ചുകൊണ്ടിരിക്കും. ലാ യുബാലി മാ യഖൂൽ, എന്ത് പറഞ്ഞു, എന്തൊക്കെയാണ് സംഭവിച്ചു, അവനതിനെക്കുറിച്ച് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകളുണ്ടാകും. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇവൻ്റെ സൽക്കർമ്മങ്ങളും ഇവൻ്റെ നന്മകളും അവനറിയാതെ പരാജയപ്പെട്ടു കൊണ്ടുപോകും. അങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, വിജയിക്കാനുള്ള മാർഗങ്ങൾ അവന് അത് നേടിയെടുക്കാൻ കഴിയാതെ പരാജയത്തിലേക്ക് പോകും. മറ്റൊരു സ്ഥലത്ത് ദാഉ വദ്ദവാ എന്ന് പറയുന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, വഫിൽ ലിസാനി ആഫതാനി അളീമതാൻ, മനുഷ്യന് അള്ളാഹു നൽകിയ നാവില് 2 വിപത്തുകളാണ്. ഇൻ ഖലുസ മിൻ ഇഹ്ദാഹുമാ ലം യഖ്ലുസ് മിനൽ ആഖിർ, ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റേതിൽ നിന്ന് അവൻ രക്ഷപ്പെടൂല. അപൂർവം ആളുകൾക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഈ അവയവത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഒന്ന് ആഫത്തുൽ കലാം, വേണ്ടതും വേണ്ടാത്തതുമായ, കണ്ടതും കേട്ടതുമായ, നല്ലതും ചീത്തയുമായ സംസാരങ്ങൾ നിരന്തരം ഉണ്ടാകുക, അതിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു വിപത്ത്. അതല്ലെങ്കിൽ ആഫത്തു സുക്കൂത്ത്, നല്ല തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അത് എതിർക്കേണ്ടുന്ന സ്ഥലത്ത്, തെറ്റാണ് എന്ന് പറയേണ്ട, അത് വിമർശിക്കേണ്ട സ്ഥലത്ത് ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് മൗനം പാലിക്കുക. രണ്ടും തെറ്റ്. നാവിനെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം, അതിനാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഉപയോഗിക്കേണ്ടാത്ത സ്ഥലത്ത് അതിനെ നിയന്ത്രിക്കും വേണം, അതിനാണ് അള്ളാഹു നമുക്കതിൽ സ്വാതന്ത്ര്യം നൽകിയത്. ആ പറയുന്ന കാര്യത്തിൽ നിയന്ത്രിച്ചതിനെ കൈകാര്യം ചെയ്യാനാണ് അള്ളാഹു നമുക്ക് അവസരം നൽകിയത്. വഖദ് യകൂനു കുല്ലു മിൻഹുമാ അഅ്ളമ ഇത്മൻ മിനൽ ഉഖ്റാ ഫി വഖ്തിഹാ, ഓരോന്നും അതിൻ്റെ കൃത്യമായ സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റിനും പാപത്തിനും കാരണമാകും. ഫസ്സാകിതു അനിൽ ഹഖ് ശൈത്വാനുൻ അഖ്റസ് ആസിൽ ലില്ലാഹി, സത്യം പറയേണ്ട സ്ഥലത്ത്, തെറ്റ് തിരുത്തേണ്ട സ്ഥലത്ത് അവന് കഴിവും പ്രാപ്തിയും അതിനുണ്ടായിട്ട് കൂടി മൗനം പാലിക്കുന്നവൻ നാപ്പട്ടനായ പിശാചാണ്. ശൈത്വാനുൻ അഖ്റസ്, സംസാരിക്കാൻ കഴിയാത്ത പിശാചാണ്. തെറ്റായൊരു കാര്യം കണ്ടു അത് എതിർക്കാനും വിമർശിക്കാനും അത് തെറ്റാണെന്ന് പറയാനും കഴിവുണ്ടായിട്ട് അവിടെ മൗനം പാലിക്കാൻ മറ്റുള്ളവരെ പേടിച്ചു, ആളുകളെ ഭയപ്പെട്ടുകൊണ്ട്, അവരെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് മൗനം പാലിക്കും. അതല്ലെങ്കിൽ തെറ്റായ കാര്യം എതിർക്കാതെ, നല്ല കാര്യം അത് പറയേണ്ട സ്ഥലത്ത് അത് പറയാതെ മൗനം പാലിക്കുക. ചില ആളുകൾ അങ്ങനെ, തെറ്റാണെന്ന് അവൻ അറിയും, പറയേണ്ടതാണെന്ന് അവന് ബോധ്യം ഉണ്ടാവും, പക്ഷേ ഓലിപ്പോൾ എന്താ വിചാരിക്കുക, ഓൽക്ക് നമ്മോട് ഉറപ്പുണ്ടാവും, ഓലെ ഉറപ്പിക്കണ്ട. അങ്ങനെ ഒരാൾ അവിടെ മൗനം പാലിച്ചാൽ അവൻ സംസാരിക്കാൻ കഴിയാത്തൊരു പിശാച്. ആസില്ലാഹി, അള്ളാഹുവിനെ എതിര് ചെയ്ത വ്യക്തിയാണ്. മുറാഇൻ മുദാഹിനുൻ, ആളുകളെ മയത്തിന് വേണ്ടി ആളുകളോട് മയം കാണിക്കുന്ന,
അവരുടെ മുന്നിൽ അവൻ ഏറ്റവും നല്ലവനായി നടിക്കുന്നവനാണ്. ഇദാലം യഖഫ് അലാ നഫ്സിഹി, അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ ഭയമില്ലെങ്കിൽ, അഥവാ അവന് പറയാൻ തിരുത്താൻ കഴിവുള്ള ആളാണെങ്കിൽ. വൽ മുതകല്ലിമു ബിൽ ബാത്തിൽ, മറുപക്ഷത്ത് തെറ്റായ ബാത്തിലായ കാര്യങ്ങൾ പറയുന്ന ആളാണ്, അവിടെ മൗനം പാലിക്കാണ് വേണ്ടത്. അങ്ങനത്തെവൻ ശൈത്വാനുൻ നാതിഖുൻ, സംസാരിക്കുന്ന പിശാചുവാണ്. ആസില്ലാഹി, അള്ളാഹുവിന് എതിര് ചെയ്യുന്ന ആൾ, അള്ളാഹുവിന് എതിര് ചെയ്യുന്ന ആൾ. വഅക്തറുൽ ഖൽഖി മുൻഹരിഫുൻ ഫീ കലാമിഹി വസുകൂത്ത്, ബഹുഭൂരിഭാഗം ആളുകളെയും പരിശോധിച്ചാൽ സംസാരം തെറ്റായ ദിശയിൽ പോയി അവിടെ വ്യതിചലനം ഉണ്ടാകും. മൗനം പാലിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് മൗനം പാലിച്ചുകൊണ്ടും ശരിയായ ദിശയിൽ നിന്ന് വ്യതിചലിക്കുന്നവരാകും. ഫഹുവ ബൈന ഹാദൈനി നൗഐൻ, ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളെയും നമ്മൾ കണ്ടെത്തുക. വഅഹ്ലുൽ വസത്ത്, മധ്യനിലപാടുള്ള ആളുകൾ. വഹും അഹ്ലു സിറാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. കഫൂ അൽസിനതഹും അനിൽ ബാത്തിൽ, തെറ്റായ കാര്യങ്ങളാണ് വാക്കുകളാണോ അവിടെ അവരുടെ നാവുകൾ അവർ തടഞ്ഞു നിർത്തും. വഅത്വലഖൂഹാ ഫീമാ യഊദു അലൈഹിം നഫ്ഉഹു ഫിൽ ആഖിറ, പരലോകത്ത് ഉപകാരമുള്ള വിഷയങ്ങളാണോ ആ വിഷയത്തിൽ അവരുടെ നാവിനെ അവർ അഴിച്ചുവിടും ചെയ്യും. ഖുർആൻ പാരായണത്തിലോ അദ്കാറുകളിലോ ഇൽമു പഠിക്കുന്നതിലോ പഠിപ്പിക്കുന്നതിലോ നല്ല കാര്യത്തിൽ കൊണ്ട് കൽപ്പിക്കുന്നതിലോ ചീത്ത കാര്യത്തിൽ വിരോധിക്കുന്ന പരലോകത്ത് ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ അവരുടെ നാവിനെ അവർ ഉപയോഗപ്പെടുത്തും ചെയ്യും. അതാണ് ശരിയായ മാർഗം, അതിലതാണ്. തെറ്റായതാണെങ്കിൽ അവിടെ നാവിനെ നമ്മൾ അടക്കി നിർത്തുക. നല്ലതാണ് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ആ നാവിനെ ഉപയോഗപ്പെടുത്തേണ്ട പോലെ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ലുക്മാനുൽ ഹക്കീം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലുക്മാനുൽ ഹക്കീം. അദ്ദേഹത്തിന് ഹക്കീം എന്ന പേരിൽ അറിയപ്പെടാൻ തന്നെ മഹാപാണ്ഡിത്യമുള്ള ആളായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഹത്തായ ഇൽമ നൽകിയിരുന്നു. അദ്ദേഹം ഒരു പണ്ഡിതനല്ല, സാലിഹായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ബഹുഭൂരിഭാഗം ഖുർആന്റെ വ്യാഖ്യാതാക്കളും പറഞ്ഞത്. ലുക്മാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അടിമയായിരുന്നു, ആട് നോക്കുന്ന ആളായിരുന്നു, സമൂഹത്തിൽ താഴേക്കടയിലുള്ള ആളായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്തൊരിക്കൽ അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ലുഖ്മാനിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ വിശദീകരണമായി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ആടിനെ കൊടുത്തിട്ട് ഇതിനെ അറുത്തിട്ട് അതിൻ്റെ ആടിൻ്റെ ശരീരത്തിൽ ഏറ്റവും ത്വയ്യിബായ അവയവങ്ങൾ, ഭാഗങ്ങൾ അത് എനിക്ക് കൊണ്ടുവാ എന്ന് പറഞ്ഞു. കഴിക്കാൻ വേണ്ടിയിട്ടാണ്, പാകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലുക്മാനുൽ ഹക്കീം ആടിനെ കൊണ്ടുപോയി അറുത്തിട്ട് അതിൻ്റെ നാവും അതിൻ്റെ കരളും അതിൻ്റെ കൽബും എടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് യജമാനിന് കൊണ്ടുവന്ന് കൊടുത്തു. ഏറ്റവും നല്ലത് കൊണ്ടുവന്ന് കൊടുക്കാൻ യജമാനത് കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റൊരാടിനെ കൊടുത്ത് ലുക്മാനോട് പറഞ്ഞു, അടിമയോട് പറഞ്ഞു, അതിനെ അറുത്തിട്ട് ഏറ്റവും വൃത്തികെട്ട അതിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുപോവാ. ലുക്മാനെ കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടായിരുന്നു യജമാനിന്, ഏറ്റവും വൃത്തികെട്ടത് കൊണ്ടുപോകും. അപ്പോൾ ലുക്മാൻ അദ്ദേഹത്തിൻ്റെ ആ ആടിനെ കൊണ്ടുപോയി അതിനെ അറുത്ത് അതിൻ്റെ നാവും അതിൻ്റെ കരളും വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ യജമാനൻ ചോദിച്ചു, നിന്നോട് മുമ്പ് പറഞ്ഞു ഏറ്റവും നല്ല ഭാഗങ്ങൾ കൊണ്ടുവരാൻ, അന്ന് കൊണ്ടുവന്നത് ഇതാണ്, നാവാണ്, അതിൻ്റെ കൽബാണ്. ഇപ്പം ഏറ്റവും ദുഷിച്ചത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ഇത് തന്നെ നീ കൊണ്ടുവന്നു, എന്തുകൊണ്ടാണത്? അപ്പം ലുക്മാൻ ആ യജമാനനോട് പറഞ്ഞൊരു മനുഷ്യൻ്റെ, ഒരു ജീവിയുടെ ശരീരത്തിൽ നന്നായി തീർന്നാൽ ഏറ്റവും നല്ല രണ്ട് ഭാഗമാണ് കൽബ്, ലിസാനി എന്ന് പറയുന്നത്. ദുഷിച്ചു കഴിഞ്ഞാൽ, ചീത്തപ്പെട്ട് ഇത്ര ദുഷിച്ച ഒരു ഭാഗം ശരീരത്തിലില്ലതാനും, അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് കൊണ്ടുവന്നത്. ഇതുപോലത്തെ ഹിക്മത്തിൻ്റെ ഉടമയായിരുന്നു ലുക്മാനുൽ ഹക്കീം. ചുരുക്കത്തിൽ നമ്മുടെ നാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകിയത് മഹത്തായ 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 ഒരു നിഅമത്താണ്. ഞാൻ ഈ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, പറയാൻ യാതൊരു ഭാരവുമില്ല. അതിനൊരു സമയം വേണ്ട. മറ്റ് ജോലികളിലും തിരക്കിലുമുള്ള ഏത് സമയത്തും നമുക്ക് പറയാവുന്നതേ ഉള്ളത്, അതിന് തടസ്സവുമില്ല. അങ്ങനത്തെ ആ രണ്ട് വാക്കൊരാൾ പറഞ്ഞാൽ ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ട പ്രിയമുള്ള രണ്ട് വാക്ക് ഈ അടിമ പറഞ്ഞാൽ ഇഷ്ടം അള്ളാഹുവിൻ്റെ നേടുന്നു. സഖീലത്താനി ഫിൽ മീസാനി, നന്മയുടെ തുലാസിന്റെ തട്ടിൽ അതിഭാരമായി വരുന്ന കാര്യമാണിത്. അങ്ങനത്തെ അതുപോലത്തെ സൽക്കർമ്മങ്ങൾ, നല്ല വചനങ്ങൾ, ഖുർആൻ പാരായണം, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കൽ, അദ്കാറുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാറുകൾ, അതൊക്കെ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നാവാണ്. ഈ പറയുന്ന അവയവത്തിന് കഴിവില്ലാതെ സംസാരിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവൻ്റെ കൈ കൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും അവൻ ആംഗ്യം കാണിച്ച് അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന രംഗം നമ്മൾ കാണുമ്പോൾ ഈ നിയമത്തിൽ നമ്മൾ എന്തെന്നില്ലാത്ത നന്ദി ചെയ്യണം. പക്ഷേ അത് തെറ്റായ ഭാഗത്തിൽ ഒരാൾ ദുരുപയോഗം ചെയ്താൽ ഈ മനുഷ്യൻ്റെ ഈ പരലോകത്തെ പരാജയത്തിന് അത് കാരണമാണ്. അതുകൊണ്ടാണ്
നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമയോട് നജാത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. മറ്റ് പല ഹദീസുകളിൽ കൂടെ ഇതിൻ്റെ മേൽ അറിയിക്കുന്ന വചനങ്ങളും അധ്യാപനങ്ങളും ഉണ്ട് താനും. അംസിക അലൈക ലിസാന കുഫ അലൈക ഹാദാ, നിന്റെ ഈ നാവിനെ നീ നിയന്ത്രിക്കണം, അത് ശ്രദ്ധിക്കണം. മുൻഗാമികളായ ആളുകൾ അവരുടെ നാവിനെ ശ്രദ്ധിച്ചതിൻ്റെ ഓരോ രൂപങ്ങളും കാര്യങ്ങളും കണ്ടാൽ, ഉമർ റളിയല്ലാഹുവിന് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടു, നാവ് പിടിച്ചിട്ട് പറയാണ്, ഈ പറയുന്ന ദുരിതങ്ങളൊക്കെ എനിക്ക് വരുത്തി വെച്ചത് നീയാണ്. നാവിനോട് അദ്ദേഹം പറഞ്ഞു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിൻ്റെ ഈമാനി എത്രയാണ്, അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ എങ്ങനെ, ഈ പറയുന്ന ഇത്ര സൂക്ഷ്മത അവരുടെ നാവിൻ്റെ കാര്യത്തിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. സലഫുകൾ സംസാരത്തിൻ്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധയും ശുഷ്കാന്തിയും കാണിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് പലപ്പോഴും പല സദസ്സിലും നമ്മളുടെ പല ആളുകളുടെയും നമ്മുടെയൊക്കെ ഒരു ധാരണ, ഒരു സദസ്സിൽ ചെന്ന് കുറച്ച് കൂടുതൽ സംസാരിച്ചാൽ നേതാവും മഹാനും വേണ്ടപ്പെട്ടവനും ആയി എന്നുള്ള ഒരു തെറ്റായ ധാരണ, ഒരു തോന്നൽ നമ്മൾ പലരെയും പിടികൂടിയതുപോലെയാണ് കാര്യങ്ങൾ. ഇദാ തമ്മ അഖ്ലുൽ മർഇ ഖല്ല കലാമുഹു, ഒരു മനുഷ്യന്റെ ബുദ്ധി എത്രത്തോളം കൂടുന്നോ അതനുസരിച്ച് അവന്റെ സംസാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. വഅയ്ഖിൻ ബിഹംഖിൽ മർഇ ഇൻ കാന മുക്തിറാ, ആവശ്യത്തിനും ഇല്ലാതിനും നിരന്തരം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവനൊരു പിരി കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് അറബികൾക്കുള്ള ഒരു പദ്യമാണ്, അവർ പറഞ്ഞ ഒരു പൊതു ഉപദേശവുമാണ്. അവനൊരു പിരി കുറവാണ്, അതെല്ലാം നല്ല ബുദ്ധിമാനാണ്, നല്ല കഴിവുള്ള ആളാണെന്നല്ല. സ്റ്റേജുകളിലും സദസ്സുകളിലും മൈക്കുകളുടെയും ആളുകളുടെയും ഓഡിയൻസിൻ്റെ മുന്നിൽ ആളുകൾ പറയുന്ന, രാഷ്ട്രീയക്കാരതാണെങ്കിൽ മതത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്ന, പള്ളികളിലുള്ള വെള്ളിയാഴ്ചയുടെ മിമ്പറുകളിൽ വെച്ച് പറയുന്ന പല ആളുകളുടെയും സംസാരങ്ങൾ കേട്ടു നോക്കിയാൽ പേടി തോന്നും. പല പല കാര്യങ്ങളും ദീനിൻ്റെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന പലതും കേട്ടുകൾ വല്ലാത്ത പേടിയും ഭയവും തോന്നും. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ള പല രംഗങ്ങളിലും ഈ നാവിൻ്റെ ഫിത്തനകളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ അതിലുള്ള മാർഗങ്ങൾ പല പണ്ഡിതന്മാരും പല രൂപങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആയാത്തുകളും ഹദീസുകളും തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന് അത് അത്യാവശ്യം, അത് പര്യാപ്തമാണ് താൻ. അള്ളാഹുവിൻ്റെ ഈ താക്കീത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് പര്യാപ്തമാണ് താനും. എങ്കിലും നമ്മൾ ഏതൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും അതിൻ്റെ മുമ്പ് നന്നായി ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകും. ഇത് പറയണോ പറയണ്ടേ, ഇതുകൊണ്ട് എനിക്ക് നേട്ടമാണോ, ഇതുകൊണ്ട് എനിക്കിത് കോട്ടമാണോ? ഇമാം ഷാഫി റഹ്മഹുള്ളയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, അദ്ദേഹം എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിന്തിച്ചിട്ട് ദീനിൽ ഇത് ഖൈറാണ് എന്ന് പൂർണ്ണമായി ഉറപ്പ് അദ്ദേഹത്തിന് വന്നാൽ അത് പറയും. ഇത് തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ പറയുന്നല്ല, നല്ലതാണോ ചീത്തയാണോ അതല്ല പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള തോന്നലാണോ അദ്ദേഹം അത് ഒഴിവാക്കുമായിരുന്നു. അപ്പം നമ്മൾ നിരന്തരം ശീലിച്ചുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പറയുന്നതിൻ്റെ മുമ്പ് ധാരാളം ചിന്തിക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ഖൈറില്ലാത്ത, അനുവദനീയമാണെങ്കിൽ പോലും, പറഞ്ഞാൽ കുറ്റമൊന്നുമില്ലെങ്കിൽ പോലും അനുവദനീയമാതാണെങ്കിൽ, ഖൈറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക. അതേപോലെ മൗനം പാലിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ അവിൽ യസ്മുത്. അള്ളാഹുവിലും പരലോകത്തും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നല്ലത് പറയുക, അതല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. അങ്ങനെ ശീലിച്ചാൽ മനുഷ്യന് ആ നല്ല ശീലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദിക്റുമായി നമ്മുടെ നാവിന് നിരന്തരം ഒരു ബന്ധമുണ്ടാക്കുക. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. എപ്പോൾ നോക്കിയാലും നാവിൽ അള്ളാഹുവിൻ്റെ ആ ദിക്റുമായി കൊണ്ടുള്ള ആ ഒരു ബന്ധം എപ്പോൾ നോക്കിയാലും നാവിൽ അതുണ്ടാവുക, ദിക്റുല്ലാഹി. അതുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടമില്ല. ഖുർആൻ പാരായണോ, ഇസ്തിഗ്ഫാറോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം, അങ്ങനെ ശീലിച്ചുകൊണ്ടേ വന്നാൽ മനുഷ്യനെന്താകും, ആ ശീലം അവന് നിലനിർത്തി ഈ പറയുന്ന തെറ്റായ വാക്കുകൾ, പ്രവൃത്തികൾ, അങ്ങനത്തെ സദസ്സിൽ പങ്കെടുക്കൽ, അതിൽ നിന്നുള്ള വിരക്തിയും അതിൽ നിന്നുള്ള അകൽച്ചയും നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് കഴിയും. അതേപോലെ തന്നെ അത്തഫക്കുറു ഫി അവാഖിബിൽ കലാം, സംസാരിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ഭവിഷ്യത്തുകൾ, ദീനിലോ ദുനിയാവിലോ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനക്ക് ആവശ്യമില്ല, ഞാനതിന് മാറി നിൽക്കാൻ നല്ലത് എന്നുള്ള ആ ചിന്തയിലേക്ക് വന്ന് അതിന് മോചനം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അതും അതല്ലാത്ത ഈ ആയത്തുകളിൽ പറഞ്ഞ, ഹദീസുകളിൽ പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്നോട് എൻ്റെ നാവടക്കി വെക്കാൻ പറഞ്ഞത്,
അത് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ശ്രമിച്ചുകൊണ്ട് ശീലിച്ചുകൊണ്ടേയിരിക്കുക. സ്ത്രീകൾക്ക് ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ എവിടെ വന്നാലും അവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് മാറി അദ്കാറുകളും ഇസ്തിഗ്ഫാറുകളും നമ്മുടെ വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളുമായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇതിൽ പറഞ്ഞത് വൽ യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാവട്ടെ. വീട് വിശാലമാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്, വീട് വിശാലമാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിന്ന് ഫർളും സുന്നത്തും നിർബന്ധവും ഒക്കെ ആയ നല്ല കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ വീട്ടിൽ അടഞ്ഞുകൂടുക, ചടഞ്ഞുകൂടുക എന്നുള്ളതല്ല, ഒരിക്കലുമല്ല. ഉസ്ലത്ത് എന്ന പേരിൽ പണ്ഡിതന്മാർ പറയുന്ന ഫിത്നകളും കുഴപ്പങ്ങളും ദീനിലും ദുന്യാവിലും നിരന്തരമായി അത് വരികയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് കഴിയാതെ വരികയും അത് തിരുത്താനോ ഉപദേശിക്കാനോ കഴിയാതെ അതിന് മാത്രം സമൂഹവും കാലഘട്ടങ്ങളും ദുഷിച്ച് നശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, നാട്ടിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഉസ്ലത്ത് എന്ന് പറയുന്ന വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ അവിടെ പോയി കൂടുക എന്ന് പറയുന്ന കൽപ്പനകളുണ്ട്. ഫിത്നകൾ കൂടുമ്പോൾ അതിന് ഉസ്ലത്ത് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സതകൂനു ഫിതനുൻ, വലിയ കുഴപ്പങ്ങൾ, ദീനിനൊക്കെ തകർക്കുന്ന, ദുന്യാവിനെ തകർക്കുന്ന, ഒരിക്കലും ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാത്ത കുഴപ്പങ്ങൾ വരികയാമെന്നാണ്ട് അടുത്ത സമയത്തൊക്കെ. അൽ ഖായിദു ഫിഹാ ഖൈറും മിനൽ ഖായിം, അവിടെ ഇരിക്കുന്ന ആളായിരിക്കും നിൽക്കുന്നവനിലേറെ ഉത്തമം. വൽ ഖായിമു ഫിഹാ ഖൈറും മിനൽ മാഷി, അവിടെ നിൽക്കുകയാണ് ഒരു സ്ഥലത്ത് അവൻ നടക്കുന്നവനിലേറെ ഉത്തമമായിരിക്കും. വൽ മാഷി ഫിഹാ ഖൈറും മിനസ് സായി, അവിടെ നടക്കുന്ന വ്യക്തി ഓടുന്നവനിലേറെ ഉത്തമമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഫിത്നയിലേക്ക് പരമാവധി അടുക്കാതെ പോകാതെ മാറി നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും ഉത്തമമായ ആൾ. വമൻ യുശ്രിഫു ലഹാ തസ്തശ്രിഫു, ആ ഫിത്നയിലേക്ക് ആരെങ്കിലും എത്തിപ്പാളി നോക്കാൻ പോയാൽ അത് അവനെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ വരും, ഇവനത് റാഞ്ചിയെടുക്കാൻ വരും, അതിലകപ്പെടുത്തും. വമൻ വജദ മൽജ, ഇങ്ങനത്തെ ഫിത്നകൾ വന്നു ഒരിക്കലും തടുക്കാനും നിയന്ത്രിക്കാനും നമുക്ക് രക്ഷപ്പെടാനും കഴിയാത്ത ഫിത്നകൾ വന്നാൽ, വമൻ വജദ മൽജഅൻ, ഒരു അഭയകേന്ദ്രം ആർക്കെങ്കിലും കിട്ടിയാൽ, വീടോ ഒഴിഞ്ഞൊരു പ്രദേശമോ മലഞ്ചെരുവോ, ഔ മആദൻ, അതല്ലെങ്കിൽ സംരക്ഷണ മേഖല ഒരാൾക്ക് ലഭിച്ചാൽ, ഫൽയഊദ് ബിഹി, അവിടെ പോയി അഭയം തേടട്ടെ. ഈ പറയുന്ന ഫിത്നയിലേക്ക് പോകാതെ, ആൾക്കൂട്ടങ്ങളിലേക്ക് പോകാതെ അവൻ്റെ ദീനും ദുന്യാവും പരാജയപ്പെടുത്താൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ഹദീസുണ്ട്. അതിനൊക്കെ ഉസ്ലത്ത് എന്ന് പറയും. അത് സമൂഹം അതിന് മാത്രം നശിക്കുമ്പോൾ, അതിന് മാത്രം സമൂഹം നശിച്ച് രാജ്യങ്ങളും കാലങ്ങളും നശിക്കുമ്പോൾ, അങ്ങനത്തെ കാലഘട്ടത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടേണ്ടത് അങ്ങനെയാണ്. പക്ഷേ എന്നാൽ സമൂഹത്തിനുമായി നമ്മൾ ഇടകലർന്ന് ജുമായിലും ജമാഅത്തിലും നല്ല കാര്യങ്ങളും ഇൽമിൻ്റെയും ദിക്റിൻ്റെയും ഇബാദത്തിൻ്റെ സദസ്സുകളിൽ പങ്കെടുത്ത് രോഗികളെ സന്ദർശിച്ച് മരണപ്പെട്ടുപോയ ആളുകളുടെ ആ ശുശ്രൂഷയിലും അതുപോലെ തന്നെ നിസ്കാരത്തിലും മറ്റും പങ്കെടുത്ത് പാവങ്ങൾക്ക് സഹായിച്ച് വിവരമില്ലാത്ത ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത് മറ്റുള്ള ഇൽമിൻ്റെ സദസ്സുകളുണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ച് നല്ല കാര്യം കൊണ്ട് കൽപ്പിച്ച് ചീത്ത കാര്യം വിരോധിച്ച് സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് സമൂഹം ഇന്ന് എത്രത്തോളം തെറ്റുകളിലേക്കും പാപങ്ങളിലേക്കും പോകുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ സദസ്സുകളും ആൾക്കൂട്ടങ്ങളും ധാരാളം ഒരു മുസ്ലിമായ മനുഷ്യന് നന്മ നേടാനും മറ്റുള്ള ആൾക്ക് സഹായിക്കാനും സഹകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ ഇതിലേറെ പ്രയാസകരമായ അവസ്ഥകളാണ് താരം. ഇങ്ങനത്തെ സമയത്ത് ഒരാൾ അവൻ്റെ വീട്ടിൽ കൂടണം എന്നല്ല പ്രവാചകൻ ഇതിൽ പറഞ്ഞത്. ഈ സമൂഹത്തിൻ്റെ കൂടെ മുഅ്മിനീങ്ങളുടെ കൂടെ ജമാഅത്തുകളിൽ നല്ല സദസ്സുകളിൽ സഹായ സഹകരണങ്ങളിൽ പങ്കെടുക്കണം, കൂടണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന നിർബന്ധമായ ഇബാദത്തുകളും ഈ കാര്യങ്ങളും കഴിച്ച് പിന്നെ ചില ആളുകൾ പോസ്റ്റ് ഓഫീസിൽ എവിടെ ബസ് സ്റ്റോപ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ കാണാം, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടകളാണെങ്കിൽ അവിടെ കാണാം ഏതെങ്കിലും പോസ്റ്റും മറ്റുള്ള പലകകളോ മറ്റുള്ള ഏതെങ്കിലും മരക്കഷ്ണങ്ങളോ ഇട്ടിട്ട് പ്രായം ചെന്ന ആളുകളിരുന്ന് അങ്ങനെ ചർച്ച ചെയ്യണം, ദുന്യവിയായ ആവശ്യമില്ലാത്ത സംസാരം. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പോകാതെ ഒന്നിരിക്കൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വന്ന ഇബാദത്തിലായി, ഖുർആൻ പാരായണത്തിലായി, ഇൽമിൻ്റെ സദസ്സിലായി, ഇസ്തിഗ്ഫാറിലായി അവിടെ പങ്കെടുക്കുക. അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അവൻ ഈ പറയുന്ന ആൾക്കൂട്ടങ്ങളിലേക്ക് ഒരു ഹൈറുമില്ലാത്ത എന്ന് പറഞ്ഞ തിന്മകൾ ധാരാളം ഈ നാവ് കൊണ്ട് നേടിയെടുക്കുന്ന അങ്ങനത്തെ പരാജയത്തിൻ്റെ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകാതെ സ്വന്തം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ തയ്യാറായി. മുമ്പ് അത്തിക്കാട്
ചില ആളുകൾ ഞങ്ങളാണ് നാട്ടിൽ സലഫിയത്ത് കൊടുന്ന അതിൻ്റെ വക്താക്കൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ, അവർ തമ്മിലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്ലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ചില ഹദീസുകൾ ഇൽസം ബൈത്തക്ക് എന്നുള്ള ഹദീസൊക്കെ പറഞ്ഞിട്ട് ഇനി സമൂഹമൊക്കെ പറ്റ ദുഷിച്ചിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്, ഇനി ദഅവത്തൊന്നും നടക്കൂല, അതുകൊണ്ട് ഫലമല്ല, നമ്മളതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൂടിക്കോളി എന്ന് പറഞ്ഞ് പോയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം അവരാ നിലപാടൊക്കെ മാറ്റിയിട്ട് വീണ്ടും സമൂഹമൊക്കെ നന്നായി നല്ല ഇതിലാണെന്നുള്ള ദഅവത്തേറ്റു രംഗത്ത് ഇറങ്ങി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ടുകളുണ്ട്, സമൂഹങ്ങളുണ്ട്, ആൾക്കൂട്ടങ്ങളുണ്ട്. അതിലേക്ക് പോകാതെ നല്ല പള്ളികളും ദഅവത്തുകളും അതിൻ്റെ സഹോദരങ്ങളും അതിൻ്റെ പഠനങ്ങളും സഹകരണങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇപ്പോഴും ഉണ്ട്. ആ നിലക്ക് പള്ളിയിലൊന്നും വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സാഖ ബൈത്തുക്, നിനക്ക് നിൻ്റെ വീട് വിശാലമാട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജമാഅത്തിനും ഞാൻ ഇനി ഇൽമിൻ്റെ സദസ്സിലും വേർത്തും പോകുന്നില്ല എന്ന് പറഞ്ഞ ആൾ മാറി നിൽക്കരുത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകാതെ അതിനാളുകളെ കൂടെ പോയി പെരിയിൽ നിന്നിട്ട് സ്വസ്ഥതയിൽ നേരം പോണില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തുപോയി തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഇടവരരുതേ എന്നാണ് ഉപദേശം ഈ ഹദീസിൽ കൂടെ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആളുകളുമായി കൂടിക്കലരുന്നത് ചിലപ്പോൾ നിർബന്ധമാകും, ചിലപ്പോൾ സുന്നത്താകും, ചിലപ്പോൾ അനുവദനീയമാകും, ചിലപ്പോൾ ആളുകളെ കൂടെ കൂടാൻ പാടില്ലാത്ത ഹറാമായിരിക്കും, കറാഹത്തായിരിക്കും. അതൊക്കെ സാഹചര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് ഈ വ്യക്തി ഈ ആളുകളുമായി കൂടിക്കലരുന്നത് കൊണ്ട് ദീനിലും ദുന്യാവിലും ഖൈറുണ്ടെങ്കിൽ അവൻ കൂടിക്കലരുകയാണ് വേണ്ടത്. അപ്പം എനിക്കെൻ്റെ വീട് വിശാലതല്ല, വിശാലത ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ. നേരെ മറിച്ച് തെറ്റായ ആളുകളെ കൂടെ കൂടിയാൽ ദീനിലും ദുന്യാവിലും അതുകൊണ്ട് നാശമാകും, അതുകൊണ്ട് ഉപദ്രവമുണ്ടാകും, ഫിത്നകൾ ഉണ്ടാകുമെന്ന് ഒരാൾക്ക് തോന്നുന്ന പക്ഷം അവൻ്റെ വീട് വിശാലമായി അവിടെ കഴിച്ചുകൂട്ടണം. വീട്ടിൽ നിന്നിട്ട് സമയം പോകണില്ല, വീട്ടിൽ നിന്നൊരു സ്വസ്ഥതല്ല എന്ന് കരുതി അങ്ങാടികളിലും മറ്റുള്ള വൃത്തികെട്ട സദസ്സുകളിലും പങ്കെടുത്ത് പരാജയം ഏറ്റുവാങ്ങുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വിശദമായി ആ നിലക്ക് തന്നെ നമ്മൾ ഈ പറയുന്ന റസൂലിൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരിക്കൽ പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി വസൂഇ, നല്ല കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ, നല്ല ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ ദുഷിച്ച ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും, കുടുംബത്തിലുണ്ടാകും, കൂട്ടുകാരിലുണ്ടാകും, സൽക്കാരങ്ങളിൽ, കല്യാണങ്ങളിൽ, മറ്റുള്ള ഓരോരോ സന്ദർശനങ്ങളിലൊക്കെ ചീത്ത കൂട്ടുകെട്ടും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് രണ്ടിൻ്റെ ഉപമ ഒരിക്കൽ പറഞ്ഞു തരാണ്. നല്ല ഒരു കൂട്ടുകാരനാണ് എന്നുണ്ടെങ്കിൽ കഹാമിലിൽ മിസ്ക് വനാഫിഖിൽ ഖീർ, നല്ല കൂട്ടുകാരനാണെങ്കിൽ അവർ സുഗന്ധം ചുമന്നുകൊണ്ട് നടക്കുന്ന ആളെ പോലെയാണ്. കച്ചവടമായിട്ടോ മറ്റോ അത് വഹിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. ചീത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് നാഫിഖുൽ ഖീറാണ്. ഖീർ എന്ന് പറഞ്ഞ ആലകളിലൊക്കെ ഈ പറയുന്ന ലോഹങ്ങൾ കത്തിച്ച് കരിച്ച് അതിൻ്റെ കീടങ്ങളും അതിൻ്റെ തുരുമ്പുകളും ഒഴിവാക്കി നന്നാക്കിയെടുക്കുന്ന, അവിടെ അത് തീയിലിട്ടുകാണ്ട് ഊതുന്ന വ്യക്തിയെ പോലെയാണ് ചീത്ത കൂട്ടുകാരൻ. ഫഹാമിലുൽ മിസ്ക്, സുഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്ന, ചുമന്നുകൊണ്ട് പോകുന്ന ആൾ, ഇമ്മ അൻ യുഹദിയക്, ഒന്നിരിക്കൽ അവൻ ഫ്രീ ആയിട്ട് നിനക്ക് അല്പം തരും. അതല്ലെങ്കിൽ വ ഇമ്മ അൻ തബ്തഅ മിൻഹു, നീ കാശ് കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. വ ഇമ്മ അൻ തജിദ മിൻഹു റിഹൻ ത്വയ്യിബ, ഇനി അത് രണ്ടും ഇല്ല, അവൻ ഫ്രീ ആയിട്ട് തന്നിട്ടുമില്ല, കാശ് കൊടുത്ത് നമ്മളോട് വാങ്ങിയിട്ടില്ലെങ്കിലും നല്ല സുഗന്ധം, ഒരു പരിമളം ആ പരിസരത്ത് നിന്ന് കേൾക്കും. ആനന്ദകരമായ സന്തോഷകരമായ ഒരു വാസനയെങ്കിലും അവിടുന്ന് കിട്ടും. നല്ലൊരു കൂട്ടുകാരൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും. ദീനിലും ദുന്യാവിലും നമുക്ക് ഖൈറുള്ള, അവൻ്റെ കൂടെ കുറച്ചു നേരം ഇരുന്നാലും നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന, നമുക്ക് പരലോക ചിന്ത ഉണ്ടാക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് രണ്ടാളുകൾ കണ്ടുമുട്ടി പിരിയുന്നതിൻ്റെ മുമ്പ് അവർ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീർ അത് പറയുന്നു. സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തിട്ട് ആ പറയുന്ന സൂറത്തിൽ പറഞ്ഞ അധ്യാപനങ്ങൾ പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടേ അവർ പിരിയലുള്ളൂ. നമ്മുടെ പല ആളുകളും ചിലപ്പോൾ സദസ്സുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് ഏതാണ്, കോഴിക്കോടങ്ങാടിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്, അവിടുത്തെ ഭക്ഷണം ഏതാണ്, അവിടെയുള്ള വേറൊരു കാര്യങ്ങൾ, ഇങ്ങനത്തെ ദുന്യാവിൻ്റെ സംസാരങ്ങൾ, അതല്ലെങ്കിൽ മനസ്സിനെ പേടിപ്പെടുത്തുന്ന ചർച്ചകൾ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ശത്രുക്കൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ആക്രമിച്ചു ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ ഈ വ്യക്തിയുടെ അടുത്ത് ഇരുന്ന് എണീറ്റ് പോകുന്നതിൻ്റെ മുമ്പ് മാനസികമായി ശാരീരികമായി തകർന്ന് തരിപ്പണമായി അങ്ങനത്തെ ഒരു പ്രയാസകരമായ അവസ്ഥയിൽ എണീറ്റ് പോകേണ്ടത്. അങ്ങനത്തെ ചീത്ത കൂട്ടുകെട്ടുകൾ അവിടെ കൂടെ ഇരിക്കാതിരിക്കുക നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സുഗന്ധം ചുമന്നു പോകുന്ന വ്യക്തികളെ പോലെ എന്തെങ്കിലും നന്മ കിട്ടുന്ന, ദീന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന്, നസീഹത്ത് തന്ന്, ധൈര്യം തന്ന്, അള്ളാഹിനെക്കുറിച്ചുള്ള പ്രതീക്ഷ തന്ന്, അള്ളാഹിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി അങ്ങനത്തെ ആളുകളാണോ എന്ന് നോക്കുക. അതല്ല ഈ പറയുന്ന ആലയിൽ ഇരുമ്പ് ഈ പറയുന്ന ലോഹങ്ങൾ ഊതുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, അവനിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ
വനാഫിഖുൽ കീരി ഇമ്മ അൻ യുഹരിക സിയാബക്, നിന്റെ വസ്ത്രം കരിക്കും, അവിടുന്നുള്ള പൊരികളും തീയും മറ്റതും വന്ന് വസ്ത്രം കരിക്കും. വ ഇമ്മ അൻ തജിദ റീഹൻ ഖബീസതൻ, ദുർഗന്ധമുള്ള വാസനയെങ്കിലും അവിടുന്ന് ലഭിക്കും. ആരോഗ്യത്തിനൊക്കെ ഹാനികരമായ വൃത്തികെട്ട വാസന, ഈ ലോഹങ്ങളൊക്കെ ഉരുക്കിയിട്ട് അതിൽ നിന്നുള്ള കീടങ്ങളും മറ്റും അവിടെ വെച്ച് കത്തിയിട്ട് ദുർഗന്ധമുള്ള വാസനയെങ്കിലും അവിടുന്ന് നിനക്ക് ലഭിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിലക്ക് നമ്മൾ എവിടെ പോയി ഇടകലരാൻ പോകുന്ന, കൂടിയിരിക്കാൻ പോകുന്ന, കൂട്ടുകൂടാൻ പോകുന്ന, സന്ദർശിക്കാനും കാണാനും പോകുന്ന ആളുകൾ, അവരിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിക്കുന്നത്, അവിടെ പോയിട്ട് എനിക്ക് എന്തേ കിട്ടിയത്, ഇത് പരിശോധിക്കുക. അതിനനുസരിച്ച് നമ്മൾ അങ്ങനത്തെ കൂട്ടുകെട്ടിൽ പോകാതെ, അങ്ങനത്തെ സദസ്സുകളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാവുന്നതാണ്. വല്യസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമായിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്, വല്യസഅക ബൈതുക്. തയ്യിബ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യരിൽ ഉത്തമരായ ആളാരാണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മുഅ്മിനുൻ മുജാഹിദുൻ ബിനഫ്സിഹി വമാലിഹി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വന്തം ശരീരം കൊണ്ട് സമ്പത്ത് മുഴുവൻ ചെലവാക്കി യുദ്ധം ചെയ്ത ആളാണ്. പിന്നെ ആരാണ്? ഖാല തുമ്മ റജുലുൻ മുഅ്തസിലുൻ ഫീ ശിആബിൻ മിന ശിആബി യഅബുദു റബ്ബഹു, സമൂഹം അങ്ങനെ ദുഷിച്ചിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്, നല്ലൊരാളുകളില്ല, ആൾക്കൂട്ടങ്ങളില്ല, നിസ്സഹായനാണ്. അപ്പോൾ സ്വന്തം വീട്ടിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മലമ്പ്രദേശത്തൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വ്യക്തി, അതങ്ങനത്തെ ഒരു സമൂഹമാണെങ്കിൽ, അതല്ല നന്മയുടെ ആൾക്കൂട്ടങ്ങളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ പങ്കെടുത്ത് മുന്നോട്ട് പോവുക ചെയ്യും. ദുഷിച്ച ആൾക്കൂട്ടങ്ങളാണ്, ദുഷിച്ച വീടുകളാണ്, വീട്ടുകാരാണ്, കൂട്ടുകാരാണ്, അങ്ങനത്തെ ആളുകളെ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അവരടുത്ത് പോയി സമയം പാഴാക്കുന്നതിന് പകരം വല്യസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമായി കൊള്ളട്ടെ. മൂന്നാമത് ഈ ഹദീസിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വബ്കി അലാ ഖതീഅതിക, നിന്റെ അടുത്ത് വന്ന തെറ്റുകളെ ഓർത്ത് നീ കരയാൻ തയ്യാറാവണം. കുല്ലു ബനി ആദമ ഖത്താഉൻ, മനുഷ്യർ മുഴുവനും പാപികളാണ്, മുഴുവൻ തെറ്റുകാരാണ്. നമ്മളെ എല്ലാവരുടെ അടുത്തും ധാരാളം തെറ്റുകൾ വരുന്നതാണ്. ആ പറയുന്ന പാപികളായ ആളുകളിൽ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ഈ തെറ്റ് ചെയ്ത് പാപികളായ ആളുകൾ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങും. പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ യഥാർത്ഥ പശ്ചാത്താപമാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറ്റബോധം കൊണ്ട്, സങ്കടം കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കും. അത് യഥാർത്ഥ തൗബ ഒരാളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ഹക്കുകളിൽ എൻ്റെ അടുത്തുനിന്ന് വീഴ്ചകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ കുറ്റങ്ങൾ, കുറ്റബോധത്തിൻ്റെ പേരിൽ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കും. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അങ്ങനെ കരയ. ഇമാം തിർമദി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഐനാനി ലാ തമസ്സുഹുമൻ നാർ, രണ്ട് കണ്ണ് അഥവാ കണ്ണിൻ്റെ ഉടമകൾ നരകം അവരെ തൊടുകയില്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ ഒരു കണ്ണിൻ്റെ ഉടമ, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞു. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കൾ വരുന്നത് ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുന്ന കാവൽക്കാരായ പട്ടാളക്കാർ. മറ്റൊരു ഹദീസിൽ നമ്മൾ സാധാരണ നിങ്ങളെല്ലാവരും പലപ്പോഴും കേട്ട ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ പ്രത്യേകമായ അർശിന്റെ നേര് കൊടുത്ത് ആദരിക്കുന്ന കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐന, മറ്റുള്ളവർ കാണാതെ കാലിയായി ഒറ്റയ്ക്കൊരു സ്ഥലത്തിരുന്ന് അവൻ്റെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ച വ്യക്തി, അവന് പ്രത്യേകമായ ബഹുമാനം, ആദരവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നൽകും. കഴിഞ്ഞു പോയ സമുദായങ്ങൾ അഹ്ലു കിതാബിൽപ്പെട്ട പ്രവാചകന്മാരുടെ, മൂസാ നബി, ഈസാ നബിയുടെയൊക്കെ സമുദായങ്ങളിൽപ്പെട്ട, അതിൻ്റെ മുമ്പുള്ള സമുദായങ്ങളുടെ മുഅ്മിനീങ്ങളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണാം. ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ മുമ്പുള്ള സമുദായങ്ങളിൽ ഇൽമ് നൽകപ്പെട്ട ആളുകൾ, ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ഗ്രന്ഥങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവർ സുജൂദിലേക്ക് വീഴും. വയഖൂലൂന സുബ്ഹാന റബ്ബിന, ഞങ്ങളുടെ റബ്ബ് പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ്, ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ, സ്വർഗ്ഗനരകമുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട് പോലത്തെ അതൊക്കെ സത്യമാണ്, അതൊക്കെ പ്രാവർത്തികമാക്കപ്പെടുന്നതാണ് എന്നവർ പറഞ്ഞ് ആ വിശ്വാസം, അതിലെ വർധനവ് അവർ പ്രകടിപ്പിക്കും. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ, അവർക്ക് താഴ്മ അത് കൂടും, ഖുശൂ വർദ്ധിക്കും.
അങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ സുജൂദിലേക്ക് വീണു പോകും. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളായ നമുക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ പ്രാവർത്തികമാക്കാൻ, മാതൃകയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളെക്കുറിച്ച് പറഞ്ഞതാണ്. മറ്റൊരായത്തിൽ പറഞ്ഞു, ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാനി ഖർറു സുജ്ജദൻ വബുക്കിയ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ സുജൂദിലായി കരഞ്ഞുകൊണ്ട് അവർ ഭൂമിയിലേക്ക് വീഴും, സുജൂദിലേക്ക് വീഴും. ഇങ്ങനത്തെ ധാരാളം ആയത്തുകളിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു. അതേപോലെ തിർമിദി റഹ്മഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ ദർ. അകിട്ടിൽ നിന്ന് കറന്നെടുക്കപ്പെട്ട പാല് ആ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ സാധിക്കാത്ത കാര്യമാണ്, നടക്കാത്തൊരു കാര്യമാണ്. അതുവരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനത്തെ ധാരാളം ഹദീസുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും കരയാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ. കരയണം നമ്മൾ. നമ്മുടെ മനസ്സിൻ്റെ ആ കാഠിന്യം, അതിൻ്റെ ആ ഖസ്വത്തുൽ ഖൽബ്, അത് മാറ്റിയെടുക്കാൻ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ഖുർആനികമായ ആയത്തുകൾ പാരായണം ചെയ്ത് അതിൽ പറഞ്ഞ അധ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ, താക്കീതുകൾ അത് ഓർത്ത് കരയ എന്ന് പറയുന്നത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറഞ്ഞത്, വബ്കി അലാ ഖതീഅത്തി. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരിക്കൽ പ്രവാചകന്റെ കൂടെ ഒരു മയ്യത്ത് സംസ്കരണത്തിന്റെ ആ യാത്രയിലായിരുന്നു. അങ്ങനെ ഖബറിന്റെ വക്കത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. സഹാബത്ത് ചുറ്റുഭാഗത്തും റസൂലിന്റെ ചുറ്റുഭാഗത്തും ഇരുന്നു. ഫബക്ക, അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് കരഞ്ഞു. ഹത്താ ബല്ല സറ, കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെയുള്ള ഭൂമിയിലേക്ക് ഉറ്റുവീണിട്ട് ആ മണ്ണ് നനയുന്നത് വരെ കരഞ്ഞു അള്ളാഹുവിന്റെ റസൂല്. എന്നിട്ട് സുമ്മ ഖാൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു. സഹോദരങ്ങളെ, ഈ അനുഭവം നമുക്കൊക്കെ വരാനിരിക്കുന്നു, അതിന് തയ്യാറെടുപ്പ് നടത്തിക്കോളി, അതിന് നിങ്ങൾ തയ്യാറാക്കിക്കോളി, ഒരുങ്ങി നിന്നോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനത്തെ ധാരാളം ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്. ചുരുങ്ങിയത് അവസാനത്തിൽ തൗബ, സൂറത്ത് തൗബയിലുള്ള ഈ ആയത്തിന്റെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ തഫ്സീർ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫൽയദ്ഹകു ഖലീലൻ വൽയബ്കു കസീറൻ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. കാപട്യമുള്ള ആളുകൾ, കപടവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലുള്ള ഈ ആയത്തിൽ കൂടെ പറയുന്നത്, ഫൽയദ്ഹകു ഖലീല, വളരെ കുറച്ച് അവർ ചിരിച്ചോട്ടെ, വൽയബ്കു കസീറ, ധാരാളം അവർ കരയട്ടെ, ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ പ്രതിഫലം എന്നോണമെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദുനിയ ഖലീലുൻ, ദുനിയ വളരെ കുറവാണ്, അതുകൊണ്ട് ഫൽയദ്ഹകു ഫിഹാ മാ ഷാ, അവർ ചിരിക്കട്ടെ, അവർ കളിക്കട്ടെ, അവർ ആസ്വദിക്കട്ടെ. ഫഇദൻ ഖതഅത്തിദ് ദുനിയ വസാറു ഇലല്ലാഹ്, അങ്ങനെ ദുനിയാവ് കഴിഞ്ഞു, അവരൊക്കെ മരിച്ചു അള്ളാഹുവിലേക്ക് എത്തിയാൽ, ഇസ്തഅനഫു ബുകാഅൻ ലാ യൻഖതിഉ അബദ, ഒരിക്കലും മുറിയാത്ത കരച്ചിൽ പിന്നീട് തുടങ്ങുകയാണ് അവർക്ക്. മരണത്തോടുകൂടെ ഒരിക്കലും മുറിയാത്ത കരച്ചിൽ അവർക്ക് തുടങ്ങുകയാണ്. കാപട്യമുള്ള ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് ബോധവും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുമില്ലാത്ത ആളുകൾ ഇവിടെ ചുരിക്കട്ടെ, അവർ ആഘോഷിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഹാഫിൽ അബൂബക്കർ ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബി ദുനിയ റഹ്മഹുല്ലാ ഈ പറയുന്ന ആയത്തും സൂറത്ത് സുഖ്റൂഫിലുള്ള ആയത്തുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഭാഗം കൂടി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. സയ്യിദ് ഇബ്നു റഫീ റഹ്മഹുല്ലാ പറയാണ്, ഇന്ന അഹ്ലന്നാരി ഇദാ ദഖലുന്നാറ ബകൗ അദ്ദുമൂഅ സമാന. നരകത്തിന്റെ ആളുകൾ മരിച്ച് നരകത്തിൽ ചെന്ന് കടന്ന് അങ്ങനെ ഒരുപാട് വർഷക്കാലം അവർ കണ്ണുനീര് അവരുടെ കണ്ണിൽ നിന്നൊലിക്കുമാർ കരയും. പിന്നെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിയാൽ തുമ്മ ബകൗ അൽ ഖൈഹ സമാന, ചലം അവരുടെ കണ്ണിൽ നിന്ന് വരും. വർഷങ്ങൾ അങ്ങനെ അവർക്ക് അനുഭവമുണ്ടാകും, ചലം വരും കണ്ണുനീര് വറ്റിയിട്ട്. ഖാല, ഈ രംഗം കാണുമ്പോൾ ഫതഖൂലു ലഹുൽ ഖസനത്തു, ആ നരകത്തിനെ കാക്കുന്ന മലക്കൾ അവരോട് പറയും, യാ മഅ്ശറൽ അഷ്ഖിയ, പരാജയപ്പെട്ടവരെ, നീചരായ മനുഷ്യരെ, തറക്തുമുൽ ബുകാഅ ഫിദ്ദാരിൽ മർഹൂമി ഫിഹാ അഹ്ലുഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങളോട് കരയാൻ വേണ്ടി പറഞ്ഞിരുന്നു, അന്ന് നിങ്ങൾ കരയാതെ ചെറിയും കളിയും ആഹ്ലാദത്തിൽ കഴിച്ചുകൂട്ടിയാലോ. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വെച്ച് കരഞ്ഞിട്ട് ഹൽ തജിദൂനൽ യൗമ മൻ തസ്തഗീസൂന ബിഹി, നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടാൻ, ആരോടെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളെ കാഴ്ചയിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഫയർഫഊന അസ്വാതഹും, ആ നരകത്തിലുള്ള ആളുകൾ ശബ്ദമുയർത്തിക്കൊണ്ട് കരഞ്ഞു വിളിച്ച് സ്വർഗത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് പറയും, യാ മഅ്ശറൽ ആബാഇ വൽ ഉമ്മഹാത്തി വൽ ഔലാദ്, പിതാക്കളെ, അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട പിതാക്കളിൽ പക്ഷേ ഉണ്ടാകും, ഞങ്ങളുടെ മാതാക്കളെ,
മക്കളെ, മാതാപിതാക്കളാണ് നരകത്തിൽ എന്നൊരു മക്കളെ വിളിക്കും. മക്കളാണ് നരകത്തിൽ എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് ശബ്ദത്തിൽ ഉച്ചത്തിൽ അവർ വിളിച്ച് തേടും. എന്നിട്ട് ഇവർ പറയും ഖറജ്നാ മിനൽ ഖുബൂരി ഇത്വാഷ, ദാഹിച്ചു വലഞ്ഞവരായിട്ടാണ് ഖബറുകളിൽ ഞങ്ങൾ മഹ്ശറയിലേക്ക് പുറപ്പെട്ടത്. വകുന്ന തൂലൽ മൗഖിഫി ഇതാഷ, മഹ്ശറയിലുള്ള ദീർഘമായ ആ കാലഘട്ടത്തിൽ ദാഹിച്ചു വലഞ്ഞവരായിട്ടാണ് അവിടെ നിന്നത്. വനഹനുൽ യൗമ ഇതാഷുൻ, ഇന്ന് ഞങ്ങൾ സഹിക്കാൻ കഴിയാത്ത ദാഹത്തിലാണ് ഈ നരകത്തിൽ കഴിച്ചുകൂട്ടുന്നത്. അതുകൊണ്ട് ഫഅഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, സൂറത്തുൽ അറാഫിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടൊരു മുറുക്ക് വെള്ളം നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ഞങ്ങൾക്കൊരൽപ്പം നിങ്ങളൊന്ന് ഒഴിച്ചു തരി. ഇങ്ങനെ ദയനീയമായിട്ട് അവർ വിളിച്ചു കേഴും. അപ്പോൾ അങ്ങനെ ഫയദ്ഊന 40 സനത്തൻ ലാ യുജീബുഹും, ഒരു മറുപടിയുമില്ലാതെ 10-40 വർഷത്തോളം അവർ ഈ ദയനീയമായ വിളി വിളിക്കും. അങ്ങനെ അതിൻ്റെ ശേഷം തുമ്മ യുജീബുഹും ഇന്നക്കും മാകിഥൂൻ, അവർക്കുള്ള ഉത്തരം ഒരു മുറുക്ക് വെള്ളവുമില്ല, ഒരു പിടി ഭക്ഷണവുമില്ല, മറ്റൊരു സഹായവുമില്ല, നരകത്തിൽ നിന്ന് രക്ഷയുമില്ല. ഇന്നക്കും മാകിഥൂൻ, നിങ്ങൾ കാലാകാലം അവിടെ കഴിച്ചുകൂട്ടേണ്ടി വരുമെന്നുള്ള മറുപടി അവർക്ക് ലഭിക്കും. ഫയസൗന മിൻ കുല്ലി ഖൈർ, എല്ലാവിധ പ്രതീക്ഷയിൽ നിന്നും നന്മയിൽ നിന്നും അവർ നിരാശപ്പെടും എന്ന് പറഞ്ഞ ഈ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തു സുഖ്റൂഫിൻ്റെയും വലിയദ്ഹകു ഖലീലൻ വലിയബ്കു കസീറൻ എന്ന് പറഞ്ഞ ആയത്തിൻ്റെയും തഫ്സീർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ നൽകിയ ഉപദേശം, ഇതുപോലത്തെ അധ്യാപനങ്ങൾ കൃത്യമായത് പാലിക്കാനും മുഖവിലക്കെടുക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഈ ലോകത്തും പരലോകത്തിലുമുള്ള പരാജയങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ ലോകത്തും പരലോകത്തും സകല പരാജയങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് വിജയിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أعنا على ذكرك وشكرك وحسن عبادتك. هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.